Namaste. Those who are new here, I'm Dr. Susan Curtis, life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൗ ടു മേക്ക് എ നാർസിസിസ്റ്റ് സ്റ്റാർവ്. ഒരു നാർസിസിനെ എങ്ങനെ പട്ടിണിക്കിടാം. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു നാർസിസിന്റെ ഹങ്കറിനെ പറ്റി അറിയണം, എങ്ങനെയാണ് പട്ടിണിക്കിടുന്നതെന്ന് അറിയണം, പട്ടിണിക്കിടുമ്പോൾ ഇവരെന്ത് ചെയ്യും എന്നുള്ളതും അറിയണം. അതുപോലെ തന്നെ അവരുടെ ആ റിയാക്ഷൻസിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആ പട്ടിണി ഇട്ട് നമ്മളെ എങ്ങനെ അതിനകത്ത് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാമെന്നും അറിയാം. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. എന്താണ് നാർസിസിസ്റ്റ് ഹങ്കർ എന്ന് നമുക്ക് എല്ലാവർക്കും ഏകദേശം ഇപ്പം അറിയാമായിരിക്കും. നമ്മൾ ഒത്തിരി വീഡിയോസ് കാണുന്നു, ദർ ആർ ലോഡ് ഓഫ് മെറ്റീരിയൽസ് ടു റീഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഒരു നാർസിസിസ്റ്റ് എപ്പോഴും എക്സ്റ്റേണൽ വാലിഡേഷൻ, പുറത്തുനിന്നുള്ള എല്ലാവരുടെയും വാലിഡേഷൻ അവർക്ക് വേണം, അവർക്ക് വളരെയേറെ അറ്റൻഷൻ വേണം, അതുപോലെ തന്നെ വളരെയേറെ അഡ്മിറേഷൻ വേണം. അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവർ സെൽഫിഷാണ്, സെൽഫ് സെൻറ്റേർഡ് ആണ്. അപ്പോൾ അവരുടേതായ ആവശ്യങ്ങൾ അവരുടേതായ രീതിക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവരുടെ ഗെയിമിലെല്ലാം നമ്മൾ ചേർന്നുകൊണ്ട് അതിനകത്ത് നമ്മളൊരു പാർട്ടായി കളിക്കണം. അവരുടെ വൾണറബിൾ ഈഗോയെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അവർക്ക് എപ്പോഴും വിശന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ അവരതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ വിശന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് നമ്മളിങ്ങനെ ഫീഡ് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ വളർന്ന് വലുതാവും. അത് പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാവും. നമ്മൾ പറയാറില്ലേ, സ്വർണം കായ്ക്കുന്ന മരമായാലും നമ്മുടെ പുരയ്ക്ക് മീതെ വന്നാൽ വെട്ടിക്കളയണം എന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് സ്വർണ്ണമൊന്നും കായ്ക്കുന്നില്ല, അത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്കറിയാം. പക്ഷെ അതിനെ വളർത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ പട്ടിണി കിട്ട് കഴിയുമ്പോൾ അവർക്ക് ശക്തി കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവരൊന്ന് കുറച്ച് ഒതുങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവരെ പട്ടിണിക്കിടുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ പട്ടിണിക്കിടാൻ വേണ്ടി ചെയ്യുന്നത്, നമ്മൾ ഈ നാർസിസിന് കൊടുക്കുന്ന ഈ സപ്ലൈ ഇല്ലേ, ഈ വാലിഡേഷൻ, ഈ അഡ്മിറേഷൻ, അതുപോലെ തന്നെ അവരോട് പറയുന്ന കുറേ അറ്റൻഷൻ കൊടുത്തു, സമയത്തിന് വന്നില്ല, എന്നെ അങ്ങനെ പറയും, അല്ല ഞാൻ ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ആവും, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് കൊടുക്കുന്ന ആ ഭയങ്കരമായിട്ടുള്ള ഒരു പൊസിഷനിങ്ങും ഈ അറ്റൻഷനും ഈ അഡ്മിറേഷനും ഈ വാലിഡേഷനും ഒക്കെ അങ്ങോട്ട് കുറയ്ക്കുക, അതങ്ങോട്ട് കൊടുക്കാതിരിക്കുക, നല്ലപോലെ കട്ട് ചെയ്യുക, നല്ലപോലെ ലിമിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമില്ലേ, അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ അവരുടെ കൂടെ ചില കാര്യങ്ങൾ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നതിനെ നല്ലപോലെ നമ്മൾ ലിമിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമ്മിക്കൽ ഉരുളുന്ന പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്ന, കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ, കിസ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള ഒരു റിയാക്ഷനും കൊടുക്കാൻ പറ്റത്തില്ല. അവരെന്ത് പറഞ്ഞാലും, ഇപ്പം നമ്മളെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാലും, നമ്മളുടെ വീട്ടുകാരെ പറ്റി പറഞ്ഞാലും, നമ്മളെ ഭയങ്കരമായിട്ട് വെർബൽ അബ്യൂസ് ചെയ്താലും, നമ്മൾ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഈ കല്ലിന് കാറ്റ് പിടിച്ച പോലെ എന്നുള്ള രീതിയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കിട്ടും. ഒരു ഇമോഷണൽ റിയാക്ഷനും ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഫീഡ് അവർക്ക് ഫീഡ് കിട്ടാൻ വേണ്ടി, നമ്മുടെ ഇമോഷണൽ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഇമോഷണൽ റിയാക്ഷനും കൊടുക്കാൻ പറ്റത്തില്ല. വളരെ നല്ല അസേർട്ടീവായിട്ട് നമ്മൾ നിൽക്കണം. നമ്മുടെ നോസിനെ നല്ലപോലെ ഡിഫൈൻ ചെയ്യണം. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ എസ് ഷുഡ് ബി എൻ എസ്, അവർ നോ ഷുഡ് ബി എ നോ എന്ന്. അപ്പം അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അത് എപ്പോൾ അവരോട് പറയുന്ന കാര്യത്തിലും ഇന്ന് നോ പറഞ്ഞാൽ ആ നോ തന്നെ ആയിരിക്കണം എപ്പോഴും അവരുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഏസ് പറഞ്ഞാൽ ഏസ്, അങ്ങനെയായിരിക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് വളരെ അധികമായിട്ട് അറ്റൻഷൻ കൊടുക്കാൻ പാടില്ല. ഡോണ്ട് ഗിവ് ദം അൺനെസസറി അറ്റൻഷൻ. അതായത് ആവശ്യമില്ലാത്ത ഒരു അറ്റൻഷനും കൊടുക്കാൻ പാടില്ല. ഒരു കംപ്ലൈൻറ്റും റേസ് ചെയ്യാൻ പാടില്ല. കംപ്ലൈൻ ആൻഡ് വൈനിങ് ഇവർക്ക് ഭയങ്കര സപ്ലൈ ആണ്. അവരോട് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയാം, എനിക്ക് അങ്ങനെ ആയില്ല, നിങ്ങൾ ഇങ്ങനെ ആക്കി തന്നില്ല, അതല്ല ഇതല്ല, പിന്നെ കുറേ വൈനിങ്ങും, അവിടെ അങ്ങനെ സംഭവിച്ചു, നിങ്ങൾ കാരണമല്ലേ, അല്ലെ നിങ്ങളുടെ അമ്മ കാരണമല്ലേ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ആയിട്ടുള്ളതല്ലേ, ഇങ്ങനെയല്ല, ഇതെല്ലാം ഇവർക്ക് സപ്ലൈ ആണ്. ഒരു കാരണവശാലും നമ്മൾ ഇവരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല. നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാനോ, വേറൊരാളെ ജസ്റ്റിഫൈ ചെയ്യാനോ, ഇവർ പറയുന്ന കാര്യത്തിലോ നമ്മുടെ കാര്യത്തിലോ ഒരു കാര്യത്തിനും ജസ്റ്റിഫൈ ചെയ്ത് ക്ലാരിറ്റി കൊടുത്ത് റീസണിങ് കൊടുത്ത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ അവരോട് ആർഗ്യൂ ചെയ്ത് ഭയങ്കര ഇതൊക്കെ ആക്കി പിന്നെ പിണങ്ങിയിരുന്ന് പിന്നെ നമ്മളായിട്ട് കുറച്ച് സൈലന്റ് ട്രീറ്റ്മെന്റ് കൊടുത്ത് നമ്മളങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അവരുടെ മാനിപ്പുലേഷൻ ഇതാണെന്നൊക്കെ പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പോയി. ഈ സാധനങ്ങളൊന്നുമേ ഇവർക്ക് നല്ല രീതിയിലാവൂല. ഇതൊന്നും നമുക്ക് നല്ല രീതിയിൽ വരൂല. ഇവരുടെ നാർസിസിസ്റ്റിക് ഹങ്കറിനെ നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കാനേ ഇത് ഉപകരിക്കത്തുള്ളൂ.
അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്, നമ്മളെ റിലേറ്റഡ് ആയിട്ടുള്ള പല 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 ഇൻഫർമേഷൻസ് കാണും. നമ്മൾ ചിലപ്പോൾ ഒരു ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം, നമ്മൾ ഫർദർ പഠിക്കാനിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, പിന്നെ നമ്മുടെ വീട്ടുകാരെ പറ്റിയുള്ളത്, പിന്നെ നമ്മൾ നേരത്തെ പണ്ട് ചെയ്ത കാര്യങ്ങൾ, ഫ്രണ്ട്സുമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു സാധനവും ഒരു ഇൻഫർമേഷനും നമ്മളെ പറ്റിയുള്ളത് ഒരിക്കൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊരു നാർസിസിസ്റ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ട്രെയ്റ്റ് ഉള്ള ആളാണെന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നമ്മളിത് നമ്മുടെ ഇൻഫർമേഷൻ അവർക്ക് ഫീഡ് ചെയ്യാനേ പാടില്ല. വളരെ നമുക്ക് കോമൺ ആയിട്ട് അറിയേണ്ട, ജെനുവിൻ ആയിട്ട് അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രം വളരെ കീപ്പ് ഇറ്റ് ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നെസസറി ഇൻഫർമേഷൻസ് ഉള്ളി, അതിൽ കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല. ഒരു കാരണവശാലും അവരുടെ ടൂണിനൊപ്പിച്ച് ഡാൻസ് ചെയ്യാൻ പാടില്ല. ഭയങ്കര കളിക്കാൻ അറിയുന്നവരാണ് അബ്യൂസേഴ്സ് എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ നല്ലപോലെ കളികൾ അറിയാവുന്ന ആളാണ് നാർസിസിസ്റ്റ്. ഒരു കാരണവശാലും അവരുടെ ടൂണിനനുസരിച്ച് ഡാൻസ് കളിക്കാനായിട്ട് നിങ്ങൾ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബൗണ്ടറീസിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന, നമ്മുടെ ബൗണ്ടറീസിൽ ഫെൻസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ നിർത്തേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് ഇവരെ ഇങ്ങനെ സ്റ്റാർവ് ചെയ്യിക്കുമ്പോൾ നമ്മൾ നോ പറഞ്ഞ്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റ് ചെയ്ത് അധികം അറ്റൻഷൻ കൊടുക്കാതെ നമ്മുടെ പണികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. നമ്മൾ പറയത്തില്ലേ, നമ്മളൊരു റെയിൽവേ ട്രാക്ക് പോലെ മുമ്പോട്ട് പോകുന്നു. അതിനകത്ത് നമ്മൾ തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ റെയിൽവേ ട്രാക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കണക്ഷൻ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷനും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്ത് നമ്മൾ പോകുമ്പോൾ ഇവർക്ക് വിശക്കാൻ തുടർന്ന് കഴിയുമ്പോഴത്തേനും ഇവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. റിയാക്ട് ചെയ്യുന്നത് വളരെ, കാരണം വിശക്കല്ലേ, കിട്ടാതെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളത് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ മാക്സിമത്തിലേക്ക് കയറും. ചിലരൊക്കെ പാത്രങ്ങൾ എടുത്തെറിയുന്നു, പിന്നെ വീട്ടിൽ കിടന്ന് ഉരുളുന്നു, സ്ക്രീം ചെയ്യുന്നു, പിന്നെ സ്വെയർ ചെയ്യുന്നു, നമ്മളെ ഇങ്ങനെ പ്രാകുക എന്നൊക്കെ ഇങ്ങനെ പറയാം, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ നമ്മളോട് ചിലപ്പോൾ ഇവർക്ക് തോന്നും നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിൽ നമ്മുടെ ആങ്ങളമാരോ അല്ലെങ്കിൽ ചേട്ടന്മാരോ അനിയന്മാരോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മുടെ ഏതെങ്കിലും നല്ലൊരു ഫ്രണ്ടും ഒക്കെ നമുക്ക് കുറച്ച് കണക്ഷൻ ഉണ്ട്, ഇവരൊക്കെ ആയിരിക്കും നമ്മളെ അങ്ങനെ ആക്കി തീർത്തെന്ന് കരുതി പിന്നെ അവർക്കില്ലാത്ത എല്ലാ കുറ്റങ്ങളും അവരെ കിടന്ന് പല രീതിയിലുള്ള സ്വെയറിങ് വാക്കുകളൊക്കെ പറയുക, പിന്നെ സ്മിയർ ക്യാമ്പയിൻസ് നടത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അവർ റേജൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പം നമ്മൾ ചിലർ പേടിച്ചു പോവും, പക്ഷെ പേടിക്കാതെ നമ്മൾ ഇതിങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേനും നമ്മൾ നല്ല ടാൻട്രംസ് കാണിക്കും. ചിലപ്പോൾ നമ്മളെ ഫിസിക്കലി പോലും അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. കാരണം വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണും മൂക്കും കാണത്തില്ല എന്ന് പറയത്തില്ലേ, എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ണും മൂക്കും കാണത്തില്ല എന്നാണ് നമ്മൾ പറയുക. എന്ന് പറഞ്ഞ പോലെ ഇവർക്കും ഈ വിശപ്പ്, ഈ ഇമോഷണൽ വിശപ്പ്, ഈ വാലിഡേഷൻ, ഈ അറ്റൻഷൻ, ഈ അപ്രീസിയേഷൻ, അതുപോലെ തന്നെ അവരെ വളരെ ഈഗോയെ നമ്മളങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന വിശപ്പിൽ നിന്ന് ഇവർക്ക് കണ്ണും മുഖം കാണത്തില്ല, ഇവർ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം, ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ കൂൾ വിടാൻ പാടില്ല. നമ്മളെപ്പോഴും കൂളായിട്ട് തന്നെ നിൽക്കണം. നമുക്കിത് മനസ്സിലാവണം. നമ്മൾ ഫേം ആയിരിക്കണം. നമ്മുടെ മെൻ്റൽ ഹാർഡിനെസ് നല്ലതുപോലെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ഇൻ്റലിജൻസ്, കോഗ്നീഷൻ, ഇമോഷൻസ് എല്ലാം നല്ല കോമ്പറ്റൻസ് എല്ലാം എന്നിട്ട് നമ്മൾ അതിനെ നമ്മുടെ ബൗണ്ടറീസിനെ നല്ലപോലെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും റിയാക്ട് ചെയ്യാതെ ദിസ് ഇസ് ഇറ്റ്. നമ്മളെപ്പോഴും പറയുന്ന ഇതിനകത്ത് ഐ എം സോറി, ഐ ഡോണ്ട് വാണ്ട് ടു സേ എനിത്തിങ്, അല്ലെങ്കിൽ എനിക്കൊന്നും റിയാക്ട് ചെയ്യാനില്ല, ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല, ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാനില്ല, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്, ദിസ് ഇസ് സംതിങ് ഐ വാണ്ട് ടു ടെൽ യു, ഇതാണ് എനിക്ക് പറയാനുള്ളത്, ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നിൽക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് എത്ര നമ്മളെ വലിച്ചാലും പോകരുത്. അപ്പം ഇവിടെയാണ് നമ്മൾ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്, ലക്ഷ്മണരേഖ ടെക്നിക്ക്. ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് നമുക്കറിയാം, ലക്ഷണം സീതയെ പ്രൊട്ടക്ട് ചെയ്യാൻ വരച്ചിരിക്കുന്ന രേഖയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വരൂല. കാരണം നിങ്ങൾ അവിടെ കിടന്ന് ഇനി എന്തൊക്കെ ബഹളങ്ങൾ കാണിച്ചാലും, എങ്ങനെയാണ് ലക്ഷ്മണരേഖ വരുന്നത്? നമ്മളുടെ രാവണൻ വന്നിട്ട് എന്താ പറയുന്നത്, എനിക്ക് വിശക്കുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി ദിവസമായി എന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഈ നാർസിസിസ്റ്റുകൾ നമ്മളോട് കാണിക്കുന്നത് മുഴുവൻ ഭക്ഷണം താ, എനിക്ക് വിശന്നിട്ട് വയ്യ എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്മണരേഖ നമ്മൾ ഒരിക്കലും ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. അപ്പം അതിനകത്ത് നിന്നുകൊണ്ട് വളരെ ഫേമായിട്ട്, വളരെ കാമായിട്ട്, വളരെ അസർട്ടീവായിട്ട് നമ്മുടെ നോകളെ അതുപോലെ തന്നെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ഇവരോട് പെരുമാറാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഈ ഹങ്കറിനെ, നാർസിസിസ്റ്റിക് ഹങ്കറിനെ ഒന്ന് നമുക്ക് മാനേജ് ചെയ്ത് അവരെ സ്റ്റാർവേഷനിൽ തന്നെ
ആ സ്റ്റാർവിങ്ങിലൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. അവർക്ക് വിശന്ന് അവസാനം അവർക്ക് മനസ്സിലാവണം നമ്മുടെ അടുത്ത് നിന്ന് ഫുഡ് കിട്ടൂല, ഇനി കിട്ടൂല എന്ന് വന്നു കഴിയുമ്പോഴത്തേനും അവർ പതുക്കെ ഒന്ന് ഒതുങ്ങാനായിട്ട് തുടങ്ങും. ഇങ്ങനെ നമുക്ക് ആ ഒരു അവരെ സ്റ്റാർവ് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് അതിനകത്തൊന്ന് നമ്മളെ മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും അബ്യൂസ് ഇല്ലാതെ, സോ നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ് ഓർ നെവർ സെൽഫ് അബ്യൂസ് എന്നുള്ള ആ ഒരു മെസ്സേജ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അതൊരു അബ്യൂസ് ഫ്രീ ലൈഫാവും, നമ്മുടെ കുടുംബം അതൊരു അബ്യൂസ് ഫ്രീ കുടുംബമാവും. അങ്ങനെ നമ്മുടെ കുടുംബം അബ്യൂസ് ഫ്രീ ആകുമ്പോൾ തന്നെ ഈ സൊസൈറ്റി തന്നെ അബ്യൂസ് ഫ്രീ ആയിട്ട് മാറ്റാനായിട്ട് നമുക്ക് പറ്റും. അതിന് നമ്മളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ.